എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പറമ്പിലെ കൃഷിയെക്കുറിച്ചും കൃഷി രീതിയെക്കുറിച്ചൊക്കെ ഒന്ന് കാണുകയും കേൾക്കുകയും ചെയ്താലോ. കുറച്ച് കൃഷിയൊക്കെ ഉള്ളൂ. കുറച്ച് ചേമ്പുണ്ട്, കുറച്ച് ചേനയുണ്ട്, കുറച്ച് മരച്ചീനിയുണ്ട്, വാഴയുണ്ട്, 1-2 തെങ്ങൊക്കെ ഉണ്ട്. തെങ്ങൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നെല്ലാം പോയി. അപ്പം നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് ചേമ്പ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ചേമ്പ്. നമുക്ക് മെയ് ജൂൺ മാസങ്ങളിലാണ് ചേമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് പറയുന്നത്. കൃഷി രീതി എന്ന് പറഞ്ഞാൽ കൃഷിസ്ഥലം നമ്മൾ ആഴത്തിൽ കുഴിച്ച് അതിലേക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് ചേമ്പിൻ്റെ വിത്ത് നടാം. അതിന് മുകളിൽ നമുക്ക് കരിയിലൊക്കെ ഇട്ട് നമുക്ക് ചൂട് തട്ടാതിരിക്കാനായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ചേമ്പിൻ്റെ ആരോഗ്യ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളെ അപേക്ഷിച്ച് പെട്ടെന്ന് ദഹിക്കുന്നതും കൊളസ്ട്രോൾ കുറയ്ക്കുവാനും അനാവശ്യ കൊഴുപ്പ് തടയാനും സാധിക്കും. ചേമ്പിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ച് ദഹനം എളുപ്പത്തിലാക്കുന്നു. ചേമ്പ് കഴിക്കുന്നതിന് ആരോഗ്യമുള്ള മുടി ഉണ്ടാകാനായിട്ട് വളരെ നല്ലതാണ്. ഉയർന്ന അളവിൽ വിറ്റാമിൻ ഇ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് താരനും മുടി കൊഴിച്ചിലിനെയൊക്കെ പ്രതിരോധിക്കുന്നുണ്ട്. ചേമ്പ് കഴിക്കുന്നത് ഏറ്റവും അനുയോജ്യമാണ്. എല്ലാവരുമൊക്കെ കൃഷി ചെയ്ത് നോക്കുക. നമ്മളും കുറച്ച് ചേമ്പ് കൃഷി ചെയ്തിട്ടുണ്ട്. ഇനി തെങ്ങിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തെങ്ങ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പറമ്പിലൊക്കെ. ഇപ്പം പറയാനൊന്നുമില്ല. ഇപ്പം കുറച്ച് ചെറിയ ആയിട്ട് വെച്ച് പിടിപ്പിച്ച് വരുന്നതേ ഉള്ളൂ. തെങ്ങ് പോലെ ആദായമുള്ള ഒരു വൃക്ഷമില്ല, അല്ലേ? ഇത് നട്ടാൽ കുറഞ്ഞത് 100 വർഷമെങ്കിലും നമുക്ക് ആദായം കിട്ടും. എല്ലാ ഭാഗവും ഉപയോഗപ്രദമാണ്. അതുകൊണ്ടാണല്ലോ തെങ്ങിനെ കൽപ്പവൃക്ഷമെന്ന് നമ്മൾ വിളിക്കുന്നത്. തെങ്ങിൻ്റെ ഫലമാണ് തേങ്ങ. തെക്ക് നിന്ന് വന്ന കായ എന്ന അർത്ഥത്തിൽ തെങ്കായ ആണ് തേങ്ങയായിട്ട് മാറിയതെന്നാണ് പറയപ്പെടുന്നത്. തേങ്ങയിലുണ്ടാകുന്ന മരം തെങ്ങായി പറയപ്പെടുന്നു. വളരെ വൈവിധ്യമുള്ള പ്രദേശങ്ങളിലും കാലാവസ്ഥകളിലുമൊക്കെ അനായാസം നമുക്ക് വെച്ച് പിടിപ്പിക്കാനും വളരാനും കഴിയുന്നൊരു വൃക്ഷമാണ് തെങ്ങ്. അപ്പോൾ തെങ്ങ് എല്ലാവരും വെച്ച് പിടിപ്പിക്കുക. നമുക്ക് ഭക്ഷണത്തിനെല്ലാം ഉപയോഗിക്കണമല്ലോ തേങ്ങ. എപ്പോഴും നമുക്ക് ആവശ്യമുള്ള തന്നെയാണ് തേങ്ങ. അതുപോലെ ചേന ഏറ്റവും നല്ലതാണല്ലോ. അതായത് വെള്ളക്കെട്ടില്ലാത്ത ഏത് പ്രദേശങ്ങളിലും ചേന കൃഷി ചെയ്യാവുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ വായുസഞ്ചാരമുള്ള മണ്ണ് നമ്മൾ ഇളകിയതും വായുസഞ്ചാരമുള്ള മണ്ണുമൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുക. വളക്കൂറുള്ള മണ്ണായിരിക്കണം. കൃഷിയിടം കിളച്ച് നമ്മൾ ആദ്യം തന്നെ കളയൊക്കെ നീക്കം ചെയ്ത് അകലത്തിൽ കുഴിയെടുത്ത് ചാണകമൊക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് വിത്ത് നട്ട് മണ്ണിട്ട് മുടി ചെറുതായി അമർത്തിയതിന് ശേഷം അതിലേക്ക് കരിയിലയൊക്കെ ഇട്ട് കൊടുത്ത് 8-9 മാസത്തിനകം നമുക്ക് ചേന നമുക്ക് വിളവെടുക്കാവുന്നതാണ്. ഏറ്റവും അനുയോജ്യമായ മാസം കൃഷിക്ക് എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ്. ഭക്ഷ്യയോഗ്യമായ ഒരു കിഴങ്ങാണ് മരച്ചീനി എന്ന് പറയുന്നത്. അതായത് കപ്പ, അല്ലേ? സസ്യത്തിൻ്റെ വേരാണ് കിഴങ്ങായിട്ട് മാറുന്നത്. കൃഷിരീതി എന്ന് പറഞ്ഞാൽ നീർവീഴ്ചയുള്ള മണ്ണാണ് കപ്പ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമെന്ന് പറയുന്നത്. മണ്ണിളക്കി കൂനകൾ ഉണ്ടാക്കിയാണ് നമ്മൾ സാധാരണയായിട്ട് കൃഷി ചെയ്യുന്നത്. ഇത്തരം കൂനകളെ കപ്പക്കൂട്ടം എന്നാണ് വിളിക്കപ്പെടുന്നത്. കപ്പത്തണ്ട് ഒരു ചാൺ നീളത്തിൽ ചെറുതണ്ടുകളാക്കി മുറിച്ചെടുത്ത് കുഴിച്ച് വെച്ചാണ് നമ്മൾ ഇത് കൃഷി ചെയ്യുന്നത്. ഓരോ തണ്ട് 1 മീറ്റർ അകലത്തിൽ വേണം കൃഷി ചെയ്യാനാണ് പറയപ്പെടുന്നത്. 8-9-10 മാസങ്ങൾ കൊണ്ട് കിഴങ്ങ് നമുക്ക് എടുക്കാവുന്നതാണ്. കപ്പ നമുക്ക് ഉപയോഗിക്കാവുന്നതായിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യുക. എല്ലാ കൃഷികളും ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കൃഷികളൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ എടുക്കുന്നത് ഒരു പ്രത്യേകതയാണല്ലോ. അത് നമുക്ക് സന്തോഷമായിട്ട് കഴിക്കാൻ കഴിയും. മറ്റ് രാസവളങ്ങളൊന്നും ചേർക്കാതെ ചാണകവും കമ്പോസ്റ്റും ഒക്കെ ചേർത്ത് കൃഷി ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യമാണ്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യാൻ നോക്കുക. നല്ല ആരോഗ്യമുള്ളവരായിട്ട് ഇരിക്കുക എല്ലാവരും. ഓക്കെ, ഗുഡ് ബൈ.